ചാനൽ. രണ്ടാമത്തെ കൂട്ടുകാരുടെ ഉദ്ഗ്രഥനം 1-ാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 1-ലെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2022-23 അധ്യയന വർഷത്തിൽ വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ എന്തെല്ലാമാണ്, അതോടൊപ്പം അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം 1-ാം ദിവസത്തിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. കുഞ്ഞുമോളും കൂട്ടുകാരും ഉണ്ടാക്കിയ പച്ചക്കറിത്തോട്ടം നോക്കൂ. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രം നിറം നൽകി മനോഹരമാക്കും. അപ്പോൾ അതിന് ചിത്രത്തിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കളറൊക്കെ ഇപ്രാവശ്യം കൊണ്ടുപോവുക, കാരണം പരീക്ഷയ്ക്ക് കളർ കൊടുക്കാനൊക്കെ ചിലപ്പോൾ വരും. ഇനി നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 1, വരികൾ കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, തോട്ടത്തിലിരുന്ന് മത്തങ്ങ പാടാൻ തുടങ്ങി. അപ്പോൾ അവർ മത്തങ്ങ പാടിയ പാട്ടാണ് അവിടെ 4 വരി കൊടുത്തിരിക്കുന്നത്. ഞാനൊരു തടിയൻ മത്തങ്ങ, ഉരുണ്ടിരിക്കും മത്തങ്ങ, എന്നെ കാണാൻ ചേലുണ്ട്, ഗുണമോ പലതിനുക്കുമുണ്ട്. അപ്പോൾ അതാണ് മത്തങ്ങ പാടുന്നത്. അപ്പോൾ മത്തങ്ങയുടെ പാട്ട് കേട്ട് മറ്റു പച്ചക്കറികളും പാടിത്തുടങ്ങി. അപ്പോൾ അങ്ങനെ മത്തങ്ങ പാടിയത് കേട്ടപ്പോൾ മറ്റുള്ളവർക്കും പാടാൻ തോന്നി. അങ്ങനെ അവർ പാടി. അപ്പോൾ അങ്ങനെയുള്ള വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരിയോട് പറയും. അപ്പോൾ അവിടെ എന്താണ് ചിത്രത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്, ഒരു വെണ്ടക്കയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെണ്ടക്ക പാടുന്നത് നമ്മളോട് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വരി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു നീളൻ വെണ്ടയ്ക്ക, നീണ്ടു മെലിഞ്ഞൊരു വെണ്ടയ്ക്ക. ഇനി നമുക്ക് എന്തൊക്കെ വരികൾ എഴുതി ചേർക്കാം? എന്നെ കാണാൻ ചേലുണ്ട്, ഗുണമോ പലതും എനിക്കുണ്ട്. അങ്ങനെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, സുന്ദരി തക്കാളിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പാടാം. ഞാനൊരു സുന്ദരി തക്കാളി, ഉരുണ്ടിരിക്കും തക്കാളി, എന്നെ കാണാൻ ചേലുണ്ട്, ഗുണമോ പലതും എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി പറഞ്ഞിട്ടുള്ളത് ഇഷ്ടമുള്ള പച്ചക്കറിയുടെ ചിത്രം വരയ്ക്കും, വരികൾ എഴുതി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പച്ചക്കറിയുടെ ചിത്രം അവിടെ തന്നിരിക്കുന്ന സ്ഥലത്ത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിനോടനുബന്ധിച്ചുള്ളൊരു പാട്ടും എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പച്ചക്കറിയുടെ ചിത്രം അവിടെ വരച്ചതിന് ശേഷം എഴുതി നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്താണ് മുളകിനെ കുറിച്ച് നോക്കാം. അപ്പോൾ മുളകിൻ്റെ ചിത്രം വരക്കുക. അതിനുശേഷം മുളകിനെ കുറിച്ച് എഴുതാം. ഞാനൊരു എരിയൻ മുളകമ്മ, നീണ്ടിരിക്കും മുളകമ്മ, എന്നെ കാണാൻ ചേലുണ്ട്, ഗുണമോ പലതും എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇനി പ്രവർത്തനം 2, ജലം അമൂല്യമാണ്. വിളവെടുത്ത പച്ചക്കറികളുമായി കുഞ്ഞുമോളും കൂട്ടുകാരികളും സ്കൂളിലേക്ക് പോയി. റോഡിൽ അവർ കണ്ട കാഴ്ച നോക്കൂ. അവരെന്താണ് കാണുന്നത്? ഒരു ടാപ്പിലൂടെ വെള്ളം പാഴായി പോകുന്ന ചിത്രമാണ് കുഞ്ഞുമോളും കൂട്ടുകാരിയും കാണുന്നത്. വെള്ളം പാഴായി പോകുന്ന 2 സന്ദർഭങ്ങൾ എഴുതും. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സന്ദർഭങ്ങളിൽ വെള്ളം പാഴാകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ കൂട്ടുകാരോട് അവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ചിത്രം നോക്കിയിട്ട് എഴുതുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും ഏതൊക്കെ സന്ദർഭങ്ങളാണ് പാഴായി പോകുന്നത്. പൈപ്പ് അനാവശ്യമായി തുറന്നിടുമ്പോൾ, ടാങ്ക് നിറഞ്ഞൊഴുകുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം വെള്ളം പാഴായി പോകുന്നുണ്ട്. ഇനി നിങ്ങളുടെ നാട്ടിലെ 2 ജലസ്രോതസ്സുകൾ എഴുതുക. അപ്പോൾ എന്തൊക്കെ എഴുതാം നമ്മുടെ നാട്ടിലുള്ള ജലസ്രോതസ്സുകൾ? കുളം, കിണർ, അതുപോലെ തന്നെ പുഴ, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജലസംരക്ഷണത്തിനുള്ള അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാൻ കുഞ്ഞുമോളും കൂട്ടുകാരികളും തീരുമാനിച്ചു. അറിയിപ്പ് ബോർഡുകളിലേക്ക് ഒരു വാക്യം എഴുതും. അപ്പോൾ എന്താണ് അറിയിപ്പ് ബോർഡ്? അതായത് ജനങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡ് നിർമ്മിക്കാൻ തയ്യാറാവുകയാണ് കുഞ്ഞുമോളും കൂട്ടുകാരികളും. അപ്പോൾ അവർക്ക് അറിയിപ്പ് ബോർഡിലേക്കുള്ള വാക്യങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു വാക്കുകൾ നമുക്ക് എഴുതി ചേർക്കാം വെള്ളത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്താ, വെള്ളം അമൂല്യമാണ് എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ജലത്തെ സംരക്ഷിക്കുക, അത് പിന്നീട് നിങ്ങളെയും സംരക്ഷിക്കും. ഓരോ തുള്ളി ജലവും നശിക്കാതെ പരിപാലിക്കുക നമ്മുടെ കുരുന്നുകൾക്കായി. ഈ പ്രവർത്തനം 3 എന്താണ്, വരച്ചു ചേർക്കൂ എഴുതൂ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ കൊണ്ടുവന്ന പച്ചക്കറികൾ കുഞ്ഞുമോളും കൂട്ടുകാരികളും ക്രമത്തിലാക്കി വെച്ചത് നോക്കൂ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വരച്ചു ചേർക്കാം എഴുതാം എന്നതാണ്. അവിടെ വരക്കാനുമുണ്ട് എഴുതാനുമുണ്ട്. അപ്പോൾ ഇത് മാത്സ് ഗണിതത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് അവിടെ 2 തക്കാളിയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം എന്താണ് 4 എണ്ണമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് താഴെ 4 എന്ന് എഴുതാം. ഇനി അടുത്തത് എന്താണ്, ചിത്രം കൊടുത്തിട്ടില്ല, പക്ഷെ അതിന് താഴെ 6 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ 6 തക്കാളി അവിടെ വരച്ച് ചേർക്കണം. അതിനുശേഷം 2 കള്ളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നമുക്ക് മനസ്സിലായി 2, 4, 6. അപ്പോൾ ഇനി എങ്ങനെയാണ്? ഇനി 8 എണ്ണമാണ്. അപ്പോൾ 8 എന്ന് എഴുതുക, 8 എണ്ണം വരയ്ക്കുക. അതുപോലെ തന്നെ 10 എണ്ണം എഴുതുക.
10 എന്ന് എഴുതുക, അതുപോലെ തന്നെ 10 വരക്കുക. അതുപോലെ ഒരു ഓർഡറിലാണ്, അതായത് നിങ്ങളിത് രണ്ടെണ്ണം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ളത് വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് പാറ്റേൺ പൂർത്തിയാക്കാം. ഇത് താഴെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, അത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 125, 130, 135. അപ്പോൾ ഇനി ബാക്കി രണ്ടെണ്ണം എങ്ങനെ എഴുതാം നമുക്ക്? 125 അതിൻ്റെ കൂടെ എന്താണ് ഒരു 5 എണ്ണം കൂട്ടിയാലാണ് 130 കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ 130ൻ്റെ കൂടെ 5 എണ്ണം കൂട്ടിയാലാണ് 135 കിട്ടുക. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെ എഴുതാം? 135ൻ്റെ കൂടെ 5 എണ്ണം കൂട്ടിയാൽ 140 എന്ന് കിട്ടും. 140ൻ്റെ കൂടെ 5 എണ്ണം കൂട്ടിയാൽ 145 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അത് പൂർത്തീകരിക്കേണ്ടത്. ഇനി അതിന് താഴെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. ആദ്യം കൊടുത്തിരിക്കുന്നത് 69 ആണ്. അപ്പോൾ 69ൽ നിന്ന് 3 എണ്ണം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടിയത്? 66 കിട്ടിയത്. 66ൻ്റെ ഇതിൽ 3 എണ്ണം കുറയ്ക്കുമ്പോൾ 63 എന്ന് കിട്ടി. ഇനി അപ്പോൾ ബാക്കി എത്രയാണ് വരിക? 63ൽ നിന്ന് 3 എണ്ണം കുറയ്ക്കുമ്പോൾ 60 എന്ന് കിട്ടും. അപ്പോൾ 60 എന്ന് അവിടെ എഴുതുക. ഇനി 60ൽ നിന്ന് 3 എണ്ണം കുറയ്ക്കുമ്പോൾ 57 കിട്ടും. അപ്പോൾ 57 എന്ന് എഴുതുക. അങ്ങനെയാണ് അവിടെ പാറ്റേൺ പൂർത്തീകരിക്കേണ്ടത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്വന്തമായി പാറ്റേൺ നിർമ്മിക്കും. അപ്പോൾ ഇതുപോലെ സ്വന്തമായി പാറ്റേൺ നിർമ്മിക്കാനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? 10, 20, 30 അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ 100, 200, 300, 400, 500 അല്ലെങ്കിൽ 10 എണ്ണം വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇനി പ്രവർത്തനം 4 കഥ കടങ്കഥ. എന്താണ്? കടങ്കഥകൾക്കുള്ള ഉത്തരം നൽകൂ. അവിടെ 3 കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം എന്താണെന്ന് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? വടിയെടുത്താൽ വെള്ളത്തിലാടും കാളക്കുട്ടൻ. ഏതാണ് അതിൻ്റെ ഉത്തരം? തോണിയാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്തത് കാലുകൾ അനവധിയുണ്ടല്ലോ, ആളുകൾ അനവധി കയറിയിടും, പായാൻ പാത എനിക്കുണ്ട്, നീളെ പറയും ഞാനാര്. ആരാണത്? ട്രെയിനാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ട്രെയിൻ എന്ന് അവിടെ എഴുതുക. ഇനി അടുത്തത് ചവിട്ടിയാൽ പായും, പിടിച്ചാൽ നിൽക്കും, കാറ്റ് പോയാൽ കഷ്ടത്തിലാകും. ആരാണത്? സൈക്കിളാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ സൈക്കിൾ എന്ന് എഴുതുക. ഇനി പറഞ്ഞിട്ടുള്ളത് നമ്മളോട് സ്വന്തമായിട്ടൊരു കടങ്കഥ നിർമ്മിക്കാനാണ്, അതായത് വിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കടങ്കഥ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പക്ഷിയെ പോലെ പറക്കും, കടലുകൾ താണ്ടി പറക്കും. ആരാണ് ഉത്തരം? വിമാനം. ഇനി ആക്ടിവിറ്റി 5 ആണ്. ഹൂ ഗോട്ട് മോർ? ആർക്കാണ് കൂടുതൽ ലഭിച്ചത്? ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് വെജിറ്റബിൾസ് ബ്രോട്ട് ബൈ കുഞ്ഞുമോൾ ആൻഡ് സുഹറ ടു ദ സ്കൂൾ. അപ്പോൾ കുഞ്ഞുമോളും സുഹറയും സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പച്ചക്കറികളെ എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വെജിറ്റബിൾസ് കുഞ്ഞുമോൾ, സുഹറ. ഡ്രം സ്റ്റിക്ക് അതായത് മുരിങ്ങക്കായ എത്ര എണ്ണ കൊടുത്തിട്ടുള്ള? കുഞ്ഞുമോൾ 21 എണ്ണവും സുഹറ 29 എണ്ണവുമാണ്. ടൊമാറ്റോ തക്കാളി 37 എണ്ണവും 42 എണ്ണമാണ്. ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക 60 എണ്ണവും 29 എണ്ണമാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ എന്താണ് ടോട്ടൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുഞ്ഞുമോളും സുഹറയും കൊണ്ടുവന്നത് പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഡ്രം സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ 21 + 29 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അപ്പോൾ 50. ഇനി അടുത്തത് ടൊമാറ്റോ 37 + 42 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 79, അതായത് 79 എന്ന് കിട്ടും. ഇനി അടുത്തത് ലേഡീസ് ഫിംഗർ 60 + 29, 60 + 29 = 89, 89 ഉത്തരം കിട്ടുക. ഐവികാൾ എന്ന് പറയുന്നതിന് എത്രയാണ്? 47 + 25 എന്ന് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ആ ടേബിൾ പൂർത്തീകരിക്കേണ്ടത്. ഇനി 12 ഡ്രം സ്റ്റിക്ക് വർ യൂസ്ഡ് ഫോർ കുക്കിംഗ്, ഹൗ മെനി ഡ്രം സ്റ്റിക്സ് ആർ ലെഫ്റ്റ്? അപ്പോൾ 12 മുരിങ്ങക്കായ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി എത്ര എണ്ണം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ മൊത്തം നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 50 എണ്ണമാണ്. അപ്പോൾ 50ൽ നിന്ന് 12 എണ്ണം പോയാൽ എത്രയാണ് ഉണ്ടാവുക? അപ്പോൾ 38 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ 50 - 12 ചെയ്താൽ 38. അപ്പോൾ 38 ഡ്രം സ്റ്റിക്ക് മുരിങ്ങക്കായ ബാക്കി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രവർത്തനം ഉള്ളത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം 1ാം ദിവസം ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്രാവശ്യവും വരിക. അപ്പോൾ എല്ലാവരും ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.